Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിൽ നിന്നും ഈ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാം. എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ റീഡിങ്സ് കാണുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രൈസിലായിട്ട് ആവശ്യമായിട്ടുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് please pray us. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ? ഓക്കെ, ദ മൂൺ ആൻഡ് 10 of cups ആൻഡ് 3 of pentacles, 4 of swords. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത്? ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 6 of pentacles, 6 of swords, ഒരുമിച്ച് 666 വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. 3 of wands ആൻഡ് 7 of wands, 5 of pentacles, 4 of cups and 8 of swords. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഈ സമയം എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ നോക്കാം. ഈ ഒരു സ്പ്രെഡ് നമുക്ക് അത്രയും കാണിക്കാൻ പറ്റില്ല, യൂട്യൂബ് പോളിസി ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ദ എംപ്രസ്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് ദ ഫൂൾ എന്ന് പറയുന്ന ഒരു എനർജിയും ആൻഡ് 2 of swords എന്ന് പറയുന്ന ഈ ഒരു എനർജീസും ആണ്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുമ്പം നമുക്കിവിടെ കുറേ ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 666 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 444 എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ആൻഡ് 22 എന്ന് പറയുന്ന ഈ ഒരു 333 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ആൻഡ് 33 33 വന്നിട്ടുണ്ട്. 333 വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഏഞ്ചൽ നമ്പേഴ്സ് ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ 777 വന്നിട്ടുണ്ട്. ഇത്രയും ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇന്നത്തെ റീഡിങ് കൂടുതലായിട്ടും റെസനേറ്റ് ആവാൻ പോകുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആൾക്കാർക്കായിരിക്കും. ഓക്കെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ഇപ്പം ഡിവോഴ്സായിട്ട് നിന്നിട്ട് മറ്റൊരു റിലേഷൻ നോക്കി നിന്നിട്ടുള്ള ഒരു വ്യക്തിയോ, മേ ബി ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ ഒരു പേഴ്സൺ, നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു ഫാമിലി ഉള്ളൊരു വ്യക്തിയാവാം. അതുപോലെ തന്നെ ഡിവോഴ്സ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ നിന്നിട്ടുള്ളൊരു വ്യക്തിയാവാം. അവരുമായിട്ട് സെപ്പറേഷൻ ആക്കാൻ പോവുകയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളൊരു വ്യക്തിയാവാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ഇതൊരു പ്രൊപ്പോസലായിട്ട് വന്നിട്ടുള്ളതാവാം. വിവാഹമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും, പകരം പ്രൊപ്പോസലായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം.
അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടിനും പ്രണയിച്ചുകൊണ്ടിരുന്നു, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാവാം. അപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്കും കാണാൻ പറ്റിയിട്ടുള്ളൊരു റീഡിങ്സ് കൂടിയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇപ്പം ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ ഒരു അവഗണിക്കുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളെ വേണ്ടാന്ന് അവർ പറയുന്നുണ്ടാവാം, നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവഗണിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, കുറേ ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പോസിറ്റീവ് എനർജീസും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് മറ്റൊരു പേഴ്സണിൽ ഇപ്പം നിലവിൽ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ കണ്ട പോലെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടും ഇത് റെസനേറ്റ് ആവുകയെന്ന് പറഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടേത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുമായിട്ട് സെപ്പറേഷൻ ആകാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാവാം നിങ്ങളുമായിട്ട് ഒന്നിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം നോക്കാൻ നേരത്തെ അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിവായിട്ടുണ്ട്, സോൾവ് ആയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു എന്നുമാണ് കാണാൻ കഴിയുന്നത്. ഈ പേഴ്സൺ അവരെ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ മക്കളുടെ പേരിലാവാം, അല്ലെങ്കിൽ പണമോ സ്വത്തോ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പേഴ്സണ് കൊടുക്കാനുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയുടെ പുറത്ത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ ഇത് വളരെയധികം ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുമായിട്ട് ഒരു പ്രണയബന്ധമായത് തനിക്ക് മറ്റൊരു പ്രണയമില്ല എന്നും, അല്ലെങ്കിൽ താൻ മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് പോകത്തില്ല എന്നും, അല്ലെങ്കിൽ താൻ ആ തേർഡ് പാർട്ടി, അതായത് അവരുടെ ഭാര്യയാവാം ഭർത്താവാം, അവരുമായിട്ട് നല്ല രീതിക്ക് ഒന്നിച്ചു മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ വാക്ക് പാലിക്കാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണാണ്. അവർ ശരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്തെന്ന് പറയാം, നിങ്ങളെ ചീറ്റ് ചെയ്തെന്നും പറയാം. അതുപോലെ അവരുടെ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്തതെന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും അവർ ആ ഒരു കാര്യത്തിന് വാല്യൂ കൊടുക്കുന്നൊരു പേഴ്സണാണ്. അതായത് അവർ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് തേർഡ് പാർട്ടിക്ക് വാല്യൂ കൊടുക്കുകയും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഏത് കാര്യമാണെങ്കിലും ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ അടുത്ത് നിന്ന് റീഡിങ്സ് എടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ റീഡിങ്സ് കാണുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്കൊരു ചാനലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചാണ് പുതിയൊരു ചാനൽ തുടങ്ങിയത്. 50,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. അപ്പം ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കിപ്പം ആ ഒരു വ്യക്തിയിലേക്ക് അടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റീസൺ തന്നെയാണ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുമായിട്ട് ഇത് ഹൈഡ് ചെയ്ത് പോവാണ്. കാരണം ഹൈഡ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിപ്പെൻഡൻസിയുടെ പുറത്താണ് ഇവർ നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടിയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കാം. അല്ലാതെ ആ ഒരു സ്നേഹമല്ല കൂടുതലായിട്ട് കാണിക്കുന്നത്. ഒരു എന്തോ ഒരു അതായത് ഇപ്പോൾ കുട്ടികളെ ഓർത്ത് നിൽക്കുക, അല്ലെങ്കിൽ സ്വത്തോ പണവോ അങ്ങനെ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിനോടനുബന്ധിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു ഡിപ്പെൻഡൻസിയുടെ പുറത്താണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അവരെ പേടിച്ചനുസരിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയും, അല്ലെങ്കിൽ ഇവിടെ നോക്കാൻ നേരത്ത് ആ തേർഡ് പാർട്ടിന് വളരെയധികം ഭയമാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് എങ്ങോട്ടെങ്കിലും തിരിയണമെങ്കിൽ തേർഡ് പാർട്ടിയുടെ പെർമിഷൻ വേണം. അവർ വളരെയധികം ഈ ഒരു വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിന്നും ഈ ഒരു സമയത്ത് ഈ കാര്യം അവർ മറച്ചു പിടിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് ആ ഒരു പേഴ്സൺ അറിയാം, നിങ്ങളുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ലയെന്ന്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇതെന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ
നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഒന്ന്, ഇപ്പം പക്ഷെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന വേറൊരു കാര്യം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പം നിങ്ങളോട് ഈ കാര്യം പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ഈ ഒരു പേഴ്സണുണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുൻപോട്ട് നല്ല രീതിക്ക് പോകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സ്നേഹം മുൻപോട്ട് നല്ല രീതിക്ക് വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഇതെന്താണ് രണ്ട് വള്ളത്തെ കാല് ചവിട്ടുന്നത് പോലെയാണല്ലോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവരുടെ സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻസ് ആണ് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ അത് ചെയ്യിപ്പിക്കുന്നത്. ഇവരുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ഒരു പാവം പിടിച്ചൊരു മനസ്സാണ്. അപ്പം മുംബൈ ചീറ്റ് ചെയ്യുന്നു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ആ തേർഡ് പാർട്ടിനെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അവർക്ക് വഴങ്ങി ഈ ഒരു സമയത്ത് നിൽക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സണെ ശരിക്കും യൂസ് ചെയ്യുവാണെന്ന് തന്നെ പറയാം. അവർക്ക് പ്രത്യേകിച്ചും ഈ ഒരു പേഴ്സൺ ഒരു പാവമൊക്കെ ആയതുകൊണ്ട് ഏത് തരത്തിലും പെരുമാറാനുള്ള ഒരു എന്താ പറയുക, ഒരു റൈറ്റ്, ഒരു അവകാശം പോലെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി നിൽക്കുന്നത്. തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇവർ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ഒരു താഴ്മയോടുകൂടിയുള്ളൊരു സ്വഭാവമൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ അവർ യഥാർത്ഥത്തിൽ ഈ പേഴ്സൻ്റെ സ്വഭാവം അറിഞ്ഞിവരെ വരച്ച് വരെ നിർത്തുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കെട്ടുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ തേർഡ് പാർട്ടിനെ അനുസരിക്കാതെ ഇരിക്കാൻ വയ്യ, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറിക്കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കും. പക്ഷെ അവർ പങ്കുവയ്ക്കാത്തതിൻ്റെ കാര്യം നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയാണ്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണെ. അപ്പോൾ ആ ഒരു സ്നേഹം ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ളതാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറയാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ നേരത്തെ കണ്ട പോലെ നിങ്ങളുടെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം എന്നെങ്കിലും ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻസ് പോലെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും ഒഴിവാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം സ്വീകരിക്കാമെന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻസ് പോലെ ആയിരിക്കണം എന്നില്ല. പല ആൾക്കാർക്കും പല സാഹചര്യങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ആ ഒരു സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറാനുള്ള ഒരു സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് നെക്സ്റ്റായിട്ട് പരിശോധിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളുണ്ടോ, നിങ്ങൾ ഇനി ആ ഒരു പേഴ്സണെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടോ നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് പ്രേയർസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രേയർസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളുണ്ടോ? ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. കാരണം ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ അത് എൻഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതായത് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അവരങ്ങനെ പെട്ടെന്നൊന്നും മാറിക്കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല. തേർഡ് പാർട്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അവർ നേടിയെടുക്കും. പക്ഷേ അവർ പെർമനൻ്റായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നൊരു പേഴ്സണല്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ എത്രത്തോളം കളിപ്പിക്കാമോ, ഈ വ്യക്തിയിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ അവർക്ക് സാധിച്ചെടുക്കാമോ അത്രയും കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ട് അവർ മാറിപ്പോകുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നു. ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും നിങ്ങളുടെ ഒരു വഴി അടഞ്ഞു, പക്ഷേ മറുവഴി, അതായത് ഇനിയും നിങ്ങൾക്കൊരു വാതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുറന്നിരിപ്പുണ്ട്, നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല എന്നും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വരുമെന്നും ഇപ്പോഴത്തെ കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഭാവിയിൽ എൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ
നിങ്ങൾ മുൻപോട്ട് തന്നെ പോവാന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക. ഇപ്പം നിങ്ങൾക്കൊരു അഡ്വൈസ് തരുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ റീയൂണിയൻ സാധ്യമാണ്. ഇല്ലെങ്കിൽ ഇനി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി പോകാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അങ്ങനെ മാറിപ്പോവുക. ഓക്കെ, നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതമോ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവുക. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഈ പേഴ്സൺ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് എന്തായാലും ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. പകരം ഈ ഒരു പേഴ്സൺ തന്നെ ഇതിലൊരു റീയൂണിയൻ വെക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതെന്ന് നമ്മൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ മാറി എല്ലാം നല്ല ഒരു മംഗളകരമായിട്ട് നടക്കാനും സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് അഡ്വൈസ് തന്നിട്ടുണ്ട്. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.